അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. ഞാൻ ചെറുതായിട്ട് പണികളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. സാധാരണ നമ്മൾ അരി തലേ ദിവസം തിളപ്പിച്ച് വെക്കാറുണ്ട്. എന്ത് ദിവസമാണെങ്കിലും സാറ്റർഡേ സൺഡേ എങ്ങനെയാണെങ്കിലും തലേ ദിവസം വേറെ പ്ലാൻ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അരി തിളപ്പിച്ച് വെക്കാറുണ്ട്. ഇന്നലെ ഒന്നും ചെയ്തില്ല, പക്ഷെ കുഴപ്പമുണ്ടാവില്ല തോന്നുന്നു. വേഗം വേവണ അരി. അപ്പം ഞാൻ അരി ഇവിടെ വെച്ചിട്ടുണ്ട്. ചായക്കുള്ള വെള്ളം പാലൊക്കെ കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നോക്കിയപ്പോഴത്തേനും റവയുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് റവ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പരിപാടി, പിന്നെ എന്താ ഉണ്ടാക്കുക, ഉള്ളിത്തീലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണം. ചിലപ്പോൾ എനിക്ക് ഇന്ന് ജിമ്മിൽ സെഷൻ ഉണ്ടാവും. അപ്പോൾ വേഗം അതിനു മുമ്പ് ഈ ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് സെഷൻ ഉണ്ടെങ്കിൽ സെഷനിൽ പോയി വന്നിട്ട് ബാക്കി പരിപാടിയാണ് ചെയ്യാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ ഉള്ളിത്തീൽ ഉണ്ടാക്കുന്നതായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം പക്ഷേ ഉള്ളിത്തീൽ ഉണ്ടാക്കാൻ വിധിയുടെ വിളയാട്ടം എന്നെ സമ്മതിച്ചില്ല. കാരണം മല്ലിപ്പൊടിയില്ല. പക്ഷെ നമുക്ക് സാമ്പാർ പൊടി ഉണ്ട്, അപ്പം നമുക്ക് സാമ്പാറാക്കാം. പക്ഷെ കഷ്ണങ്ങൾ എനിക്ക് തക്കാളിയും സബോളയും പരിപ്പും മാത്രമേ ഇന്ത്യയിൽ ഉള്ളൂ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് സാമ്പാർ ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഇതിങ്ങനെയാണ് പഴഞ്ചൊല്ലുകളൊക്കെ അർത്ഥവത്താവുന്നത്. അവിടെ വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് അമ്മേന്റെ തല അപ്പൊ എന്താ പറഞ്ഞത്, അതെ അവിടെ വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് നാളികേരം എന്താണ് വറുത്തെടുക്കാം. ഇപ്പം നമ്മൾ സാമ്പാറിനുള്ള നാളികേരമാണ് കേട്ടോ ഇവിടെ വറുക്കണത്. നമ്മൾ സാമ്പാർ നാളികേരം വറുത്തരച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നാളികേരം ചിരകിയത് ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് നമുക്ക് നാളികേരം വറുത്തരയ്ക്കാനും സാമ്പാർ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ സാമ്പാർ പൊടി അമ്മ ഉണ്ടാക്കിയിട്ടുള്ള സാമ്പാർ പൊടിയാണ്. അമ്മയാണോ മുത്തശ്ശിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആരോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാമ്പാർ പൊടിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഞാൻ ചെയ്യണത് ഒരു ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്ത് അരക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഉള്ളിയും മുളകും വറുത്തു, അത് കഴിഞ്ഞിട്ട് നാളികേരവും വറുത്തു മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് മുതിര ചമ്മന്തിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പം മുതിര വറക്കുകയാണ്. അപ്പം അതാണ് ചെയ്യുന്നത്. ഞാൻ രണ്ടും അടുപ്പിച്ച് എന്തായാലും വറക്കാൻ വേണ്ടി തുടങ്ങിയല്ലോ. അപ്പം അങ്ങോട്ട് എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് വറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം വറുത്ത് മാറ്റി വെച്ചു. അതിൻ്റെ ഇടയിൽ സാമ്പാറിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആക്കുകയാണ്. അപ്പോൾ സാമ്പാറിന് വറുത്തരച്ച് വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് സാമ്പാറിൻ്റെ പരിപാടി അവിടെ കംപ്ലീറ്റ് ആക്കുകയാണ് കേട്ടോ. നമ്മുടെ എല്ലാ വറവ് പരിപാടികളും കഴിഞ്ഞു. അത് ഇന്ന് മുതിര ചമ്മന്തി ഉണ്ടാക്കുകയാണ്. അപ്പം മുതിര ആദ്യം വറുത്തത് പൊടിച്ച് ഒരുമിച്ച് അരയുമെന്ന് എനിക്ക് അറിയില്ല. അത് കാരണം കൊണ്ട് ഞാൻ മുതിര ആദ്യം വറുത്തത് അങ്ങോട്ട് അരച്ച് വയ്ക്കൂ. അരയ്ക്കുക പൊടിക്കുക എല്ലാം സിമിലർ തന്നെ. അത് കഴിഞ്ഞിട്ട് നാളികേരം വറുത്തിട്ടുള്ള നാളികേരം അതുപോലെ മുളകും ഉള്ളിയും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഒരുമിച്ച് ചേർത്തിട്ട് അരയ്ക്കുകയാണ് കേട്ടോ. മുതിര ചമ്മന്തി ഭയങ്കര ഹെൽത്തിയാണ്. മുതിര ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും കൂടെ ചിലർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ ഓഫീസിൽ കൊണ്ടുപോയപ്പോഴും മനസ്സിലായി ചില ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കുറച്ച് 2 തുണ്ട് പുളിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അരയ്ക്കണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം സൂര്യേട്ടന് വലിയ ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ജൂണിന് ഇഷ്ടമായി എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇതേ നമ്മൾ ഊണൊന്നും കഴിച്ചിട്ടില്ല. എല്ലാ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ വണ്ടി ഇപ്പോഴും ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ ജിമ്മിലേക്ക് ഊബർ വിളിച്ചിട്ടാണ് കേട്ടോ പോണത്. ഇപ്പോഴും ഉച്ചയായി അവർ എഴുന്നേറ്റ് വന്നപ്പം അവർ അവിടെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജിമ്മിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിന്ന് അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ അത് കഴിഞ്ഞിട്ട് വണ്ടി നേരെയാക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ സൂര്യചേട്ടൻ സ്കൂട്ടറിനാണ് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. അത് കഴിഞ്ഞ് എനിക്ക് ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ട് ഞാനും ജുഗനും കൂടെ ഫ്ലാറ്റിൽ ഇറങ്ങി സൂര്യചേട്ടൻ വണ്ടി നേരെയാക്കാൻ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഫ്ലാറ്റിലേക്ക് പോകണം. ഞാൻ ഏകദേശം അത്യാവശ്യം നല്ല അവശയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2, 2:30, 3 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലത്തെ അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞ് ജിമ്മിൽ പോയി. അത് കഴിഞ്ഞ് ത്രെഡ് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞ് ജിമ്മിൽ പോയില്ലേ, ജിമ്മിൽ പോയി. അത് കഴിഞ്ഞ് ത്രെഡ് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചെത്തുന്നത്. നമ്മൾ കുറച്ച് നേരം ലേറ്റ് ആയിട്ടുണ്ട്, നല്ലോണം 2, 2:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലോണം ടയേർഡാണ്. ഇനി എനിക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് തിരക്കായിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞു. അതൊന്നും ഞാൻ എടുത്തില്ല എന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ഊണ് കഴിക്കാനൊക്കെ തിരക്കായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രാന്താവും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടീ ടൈമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യചേട്ടൻ വണ്ടി നേരെയാക്കി കൊണ്ടുവന്ന സമയത്ത് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ സ്നാക്സ് ടൈമിൽ അതൊക്കെ കഴിച്ച് സെറ്റായി കേട്ടോ. അപ്പോഴേക്കും എൻ്റെ വയ്യൊക്കെ കുറച്ച് മാറി. നമ്മൾ സ്വിമ്മിങ് പഠിക്കാൻ പോവാണ്. നീന്താറിയില്ല.
ജുഗുനുവിന് മറ്റേ കയ്യിലിടുന്ന 2 സാധനങ്ങളുണ്ട്, അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജുഗുന് അത്യാവശ്യം സ്വിം ചെയ്യും. ഞാൻ ഇതുവരെ സ്വിമ്മിങ് പഠിച്ചിട്ടില്ല കേട്ടോ. സൂര്യചേട്ടൻ പൂളിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്വിം ചെയ്യും. ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് സ്വിം ചെയ്യാൻ ഇക്കൊല്ലം എന്തായാലും പഠിക്കണമെന്നൊരു നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പഠിക്കണം വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ആക്ച്വലി അതായത് ഈ പൂളിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ 2 ദിവസമാണ് ആക്ച്വലി സ്വിം ചെയ്തത്. അത്യാവശ്യം കുറച്ച് ദൂരമൊക്കെ ഞാനിപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ഡേ സ്വിം ചെയ്ത വീഡിയോ ആണ് ഇത്. ഞാൻ മൂവ് ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ സെക്കൻഡ് ഡേ അത്യാവശ്യം മൂവ് ചെയ്തു കേട്ടോ. ഉറക്കം വരുന്നുണ്ടോ ജൂനുന്? അപ്പോൾ പിന്നെ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.